നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അന്ധവിശ്വാസങ്ങൾ സാക്ഷര കേരളത്തിൽ നിന്ന് പിടിവിടുന്നില്ല. മലപ്പുറം കാളികാവിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട 4 കുട്ടികളെ ചൈൽഡ് ലൈൻ രക്ഷിച്ചു. 9, 6, 3, 2 വയസ്സുകളുള്ള കുട്ടികളാണ് അന്ധവിശ്വാസത്തിന് ഇരയായത്. കുട്ടികളെ കൂടാതെ ഒപ്പമുണ്ടായിരുന്ന കുട്ടികളുടെ മാതാവിനെയും അഭയകേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാളികാവ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പൂങ്ങോട് 4 സെന്റ് കോളനിയിലാണ് സംഭവം. വേദന സഹിക്കാനാവാതെയുള്ള 3 വയസ്സുള്ള പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് അയൽവാസികൾ ചൈൽഡ് ലൈനിൽ വിവരം അറിയിച്ചത്. തിങ്കളാഴ്ച പൂങ്ങോട് 4 സെന്റ് കോളനിയിലെത്തിയ ചൈൽഡ് ലൈൻ പ്രവർത്തകർ കുട്ടികളുടെയും മാതാവിന്റെയും ആരോഗ്യസ്ഥിതി അപകടമാണെന്ന് കണ്ട് അഭയകേന്ദ്രത്തിലേക്ക് മാറ്റി. യുവതിയുടെ മാതാവ് എതിർത്തെങ്കിലും പോലീസ് ഇടപെട്ട് 5 പേരെയും ചൈൽഡ് ലൈനിന് കൈമാറി. രോഗം വന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പകരം മന്ത്രവാദികളെ കാണിക്കുകയും ഏലസ് ധരിപ്പിക്കുകയുമാണ് അമ്മയായ യുവതി ചെയ്തിരുന്നത്. മാത്രമല്ല, കുട്ടികളെ സ്കൂളിലോ അംഗനവാടിയിലോ വിടുന്നുമുണ്ടായിരുന്നില്ല. യുവതിയുടെ മാതാവ് കുട്ടികളെ മർദ്ദിക്കുന്നതായും പരാതിയുണ്ട്. ആരോഗ്യ സംരക്ഷണവും പോഷകാഹാരവും ലഭിക്കാത്തതിനാൽ ആരോഗ്യനില അങ്ങേയറ്റം വഷളായിട്ടുണ്ട്. കൈകാലുകൾ ശോഷിച്ച നിലയിലായിരുന്നു കുട്ടികൾ. കൂടാതെ ഇവരുടെ ശരീരത്തിൽ മർദ്ദനത്തെ തുടർന്നുണ്ടായ പാടുകളുമുണ്ട്. മാസം തികയാതെ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിലായിരുന്നു യുവതിയുടെ പ്രസവം. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയ ശേഷം കുട്ടിയെ പിന്നീട് ഒരിക്കൽ പോലും ആശുപത്രിയിൽ കാണിച്ചിട്ടില്ല. കുഞ്ഞിന് വേണ്ട പ്രതിരോധ മരുന്നുകളോ കുത്തിവയ്പോ എടുത്തിട്ടുമുണ്ടായിരുന്നില്ല. സർക്കാരിന്റെ അധീനതയിലുള്ള മൈലപ്പുറം അഭയകേന്ദ്രത്തിലേക്കാണ് ഇവരെ മാറ്റിയിട്ടുള്ളത്. ചൈൽഡ് ലൈൻ പ്രവർത്തകരായ ശരണ്യ, രാജു കൃഷ്ണ, കാളികാവ് ASI കെ രമേശ് ബാബു, സിവിൽ പോലീസ് ഓഫീസർമാരായ രതീഷ് വെണ്ണീറങ്ങൽ, വിജയൻ, കെ സുവർണ, PK ശ്രീജ എന്നിവരാണ് കുട്ടികളെയും മാതാവിനെയും രക്ഷിച്ചത്. സമൂഹം ഇത്രയൊക്കെ പുരോഗമിച്ചിട്ടും ഒരു വിഭാഗം ജനങ്ങൾ ഇങ്ങനെ അപരിഷ്കൃതരായി ഇന്നും കേരളത്തിൽ തുടരുന്നുണ്ട്. കണ്ണൂരിൽ പൂജാരിയുടെ വീട്ടിൽ പൂജ ചെയ്യാൻ പോയ പെൺകുട്ടിക്കെതിരെ പൂജാരി പീഡനശ്രമം വരെ നടത്തുകയുണ്ടായി. പ്രദേശവാസികൾ വിശ്വാസമല്ലേ എന്ന് ഭയന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ പുറത്തു പറയാറുമില്ല. വിശ്വാസത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും പേരിൽ വിലപ്പെട്ട മനുഷ്യജീവനുകൾ പൊലിയുമ്പോഴാണ് പൂജയുടെയും കർമ്മങ്ങളുടെയും പേരിൽ നടക്കുന്ന അക്രമങ്ങൾ പുറത്തറിയുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.